ഹായ് ഡിയേഴ്സ്, വോയേജ് ലക്ഷദ്വീപ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചേത്രാത്തിൽ നിന്നും വന്നെത്തിയ അധ്യാപകരുടെ ഫിട്ടിയിലേക്കുള്ള ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ഭാഗമാണിത്. ഹായ് തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഹായ് തന്നെ. പുതിയ വ്ളോഗർ ഷാഹുദ്ദീൻ സെൽഫി എടുക്കുകയാണ്. തുടങ്ങുന്നതിന് മുമ്പ് കുടുങ്ങി. ഞങ്ങളുടെ ചാനൽ നെയിം തുടങ്ങുന്നതിന് മുമ്പ് കുടുങ്ങി. വോയേജ് ലക്ഷദ്വീപ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയും പെട്ടെന്ന് എൻ്റെ സുഹൃത്തിന് 10 lakhs ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ ബ്ലോഗറാക്കി മാറ്റണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.
അപ്പോൾ ഷാഹുദ്ദീൻ്റെ നാവ് പൊന്നാക്കട്ടെ. ഒറിജിനൽ പുട്ടി വേറെ പ്രത്യേകിച്ച് പിട്ടിക്ക് വേറെ പ്രത്യേകിച്ച് അല്ല അല്ല ഇത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാല് ഇത് ശരിക്കും ഒരു വളർന്നു വരുന്ന ദ്വീപാണ്. വളർന്നു വരുന്ന ദ്വീപാണ്. 1835 കാലഘട്ടത്തിൽ ബിത്ര ഇതുപോലുള്ള ഒരു പെട്ടിയായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. ഒരു ബ്രിട്ടീഷുകാരൻ വന്ന സമയത്ത് ആ സമയത്ത് ബിത്ര ഇതേപോലെ ഒരു പെട്ടിയായിരുന്നു എന്നാണ് പറഞ്ഞത്. പേരും കാര്യങ്ങളും സ്കൂളിന്റെ ജീവനായ നാടിയാണ്, നെട്ടലാണ്. നല്ല ലക്കമില്ല ഇല്ലെങ്കിൽ APJ ഇല്ല. ക്ഷേത്രത്തിലെ APJ ഇല്ല. സൗദി സാറേ ശരിക്കും ഇവിടുത്തെ പെട്ടി വേറെ 2 ചാളപ്പെട്ടികളുണ്ട് അപ്പുറത്ത്. ചെറിയ ചാളപ്പെട്ടി, വലിയ ചാളപ്പെട്ടി. നേരത്തെ അതിൻ്റെ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ മണ്ണിങ്ങനെ വളർന്നു വരുന്ന സ്ഥലമാണ്. അവിടെ നല്ല ലോട്ടേഡിൻ്റെ സമയത്ത് ഇത് പൊങ്ങി വരും ലേശം ചെറുതായിട്ട് ഈ പെട്ടി പോലെ. അപ്പോൾ ഇനി ഭാവിയിൽ ചിലപ്പോൾ അത് ഇതേപോലുള്ള ഒരു പെട്ടിയാവാം. അത് ഇത് വേറൊരു ദ്വീപാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഓരോ നിഗമനങ്ങളാണ് അല്ലേ? താങ്കൾ ഇതിലേക്ക് അടുപ്പിക്കാൻ വലിയ ബോട്ടായ കൊണ്ട് ഇതിലേക്ക് അടുക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ചെറിയ ഔട്ട്ബോർഡ് ഞങ്ങളെ വഹിച്ചുകൊണ്ട് അപ്പോൾ ഞങ്ങൾ വന്ന ബോട്ട് ലേശം വലിയ ബോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടിയിലേക്ക് പോയി ഡയറക്റ്റ് നമുക്ക് കയറാൻ പറ്റില്ല. കാരണം ആഴം കുറവായിരിക്കും അതിൻ്റെ അടുത്ത് അടുക്കണ പോലെ. അപ്പോൾ അത് നമ്മുടെ വശം കിട്ടുക. ഇത് നമ്മുടെ എടുക്കാനായിട്ട് ചെറിയൊരു ഓടം വരുന്നുണ്ട്. അതിപ്പുറത്ത് കാണാം, യാ ഹല്ലർ വൽ ബഹർ. എൻ്റെ നേരത്തെ ഉള്ള വീഡിയോയിൽ കണ്ട ഒരു ഓടമാണത്. അപ്പോൾ അതിൽ ആളെ ഇറക്കിയിട്ട് വേണം പോകാൻ. ആദ്യം പോകാൻ ഔട്ടോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഓടത്തിലേക്ക് ആളുകളെ ഇറക്കും. അങ്ങനെ
എല്ലാരും വിളി ഉണ്ടെങ്കിൽ വെച്ചി എല്ലാരും ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട്. നമ്മൾ വന്ന ബോട്ട് ഇതാണ്. ഇത് വലിയ ബോട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു ഓടത്തിലേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ചെറിയ ഓടത്തിലേക്ക് ഇറങ്ങി കേട്ടോ. ബോട്ടിൽ നിന്ന് ചെറിയ ഓടത്തിലേക്ക് ഇറങ്ങി. ഞങ്ങൾ വന്ന ബോട്ട് വലുതായതിനാൽ ഫിട്ടിയുടെ അടുത്തേക്ക് വരെ പോകാൻ സാധിക്കുകയില്ല. കാരണം ഫിട്ടിയോടടുക്കും തോറും കടലിൻ്റെ ആഴം കുറഞ്ഞു വരും. അതിനാൽ തന്നെ ചെറിയൊരു ഓടം ഞങ്ങൾ ഇതിനോടൊപ്പം കൊണ്ടുവന്നിരുന്നു. ഓടത്തിൽ കുറച്ചുപേരെ ഇറക്കിയിട്ട് ഓരോ ട്രിപ്പുകളിലായി ഫിട്ടിയിലേക്ക് എത്തിക്കാനാണ് പരിപാടി. വളരെ മനോഹരമായ പ്രകൃതി ഭംഗിയാൽ സമ്പുഷ്ടമായ ഫിട്ടിയിലേക്ക് ഞങ്ങൾ ആദ്യത്തെ ബാച്ച് പുറപ്പെടുകയാണ്. ഫിട്ടി എന്നത് കടൽപ്പരപ്പിന് മുകളിൽ പൊങ്ങി നിൽക്കുന്ന മൺകൂനയാണ്. ചില സമയങ്ങളിൽ ഫിട്ടിയിൽ പക്ഷികളുടെ മുട്ടകൾ കാണാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ടുകാലത്ത് ബിത്രയിലെ മീൻപിടുത്തക്കാരിൽ പലരും ഫിട്ടിയിലേക്ക് വരികയും ഒരാഴ്ചയോളം ഇവിടെ താമസിച്ച് മീൻ പിടിക്കുകയും മീൻ ഉണക്കിക്കൊണ്ടുപോകലും ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഫിട്ടിയിൽ ഇറങ്ങിയതിന് ശേഷം വളരെ രസകരമായ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായി. ആ അനുഭവങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.